നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് PR രഞ്ജിത്ത് അവതരിപ്പിച്ചു. ചെമ്പൂത്ര പാടം അനധികൃതമായി നികത്തി വേനൽ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് അധികൃതർ മൗനത്തിൽ. വന്യമൃഗശല്യത്തിനെതിരെ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നടത്തുന്ന മലയോര സംരക്ഷണ ജാഥ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള വിഷൻ അറ്റ് എക്സ്പോ വിയോ ഡൽഹിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ്, KOTT ബ്രാൻഡുകളെ കേരളത്തിന് പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റാളുകൾ ഉള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ്. സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ E473 ഹാൾ നമ്പർ 5 ഉദ്ഘാടന ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജൻ KV, അനിൽ മംഗലത്ത്, സുരേഷ് കുമാർ എന്നിവരും ഡയറക്ടർമാരായ റോണി, ബിജു, നവാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു എന്നിവരും പങ്കെടുത്തു. മാർച്ച് 19 ആരംഭിച്ച എക്സ്പോ 21 സമാപിക്കും. നടത്തറ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത് അവതരിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. 30,13,88,000 രൂപ വരവും 30,23,16,165 രൂപ ചിലവും 88,29,912 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്ക് 1,43,85,000 രൂപയും സേവന മേഖലയ്ക്ക് 12,27,70,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 3,61,30,700 രൂപയും പട്ടികജാതി വികസനത്തിന് 1,05,30,000 രൂപയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് 37 ലക്ഷം രൂപയും ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ക്ഷേമത്തിന് 32,19,800 രൂപയും ശുചിത്വ മാലിന്യ പരിപാലനത്തിന് 75 ലക്ഷം രൂപയും വൃദ്ധജന സംരക്ഷണത്തിന് 29,82,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്ക് 3,25 ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് 4,29 ലക്ഷം രൂപയും നീക്കിവച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും ഉൽപാദന മേഖലയ്ക്കും റോഡ് വികസനം ഉൾപ്പെടെ പശ്ചാത്തല മേഖലയ്ക്കുമാണ് ഊന്നൽ. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സീന, അക്കൌണ്ടന്റ് ബേബി സത്യൻ, പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. പ്രത്യേക പ്രാധാന്യം പദ്ധതിയിൽ നൽകി. പഞ്ചായത്തിന്റെ സമ്പദ്ഘടനയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കാർഷിക മേഖലയ്ക്കാണ് ഉൽപാദന മേഖലയിൽ മുൻതൂക്കം നൽകപ്പെട്ടിരുന്നതെങ്കിലും മൃഗസംരക്ഷണ മേഖലയിൽ ചെറുകിട വ്യവസായ മേഖലയ്ക്കും പ്രാധാന്യം നൽകി തന്നെയാണ് ഓരോ വർഷത്തെയും ജനകീയാസൂത്രണ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. നമ്മൾ കാർഷിക മേഖലയിൽ നെൽകൃഷി, അതുപോലെ തന്നെ തെങ്ങുകൃഷി, പച്ചക്കറി കൃഷി, വാഴകൃഷി പോലെയുള്ള കൃഷിയോടൊപ്പം ജാതി കൃഷിക്കടക്കം വാർഷിക പദ്ധതിയിൽ മുൻതൂക്കം നൽകുകയും അത്തരം കർഷകരെ പ്രോത്സാഹിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. അതുകൊണ്ട് തന്നെയാണ് മൃഗസംരക്ഷണ മേഖല നമ്മൾ കഴിഞ്ഞ 8-9 വർഷക്കാലമായി കറവ പശു എന്ന് പറയുന്ന വിതരണം ചെയ്യുന്ന പദ്ധതിയിലൂടെ നമ്മുടെ നാട്ടിലെ കാലിസമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ശുദ്ധമായ പാലിന് ലഭ്യത നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ആളുകൾക്ക് ഉപജീവനമാർഗം ആകുന്നതിനും ആ പദ്ധതിയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള പദ്ധതികൾ ചെറുകിട വ്യവസായ പദ്ധതികൾ. പാണഞ്ചേരി പഞ്ചായത്തിൽ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ കിഴക്കുഭാഗത്ത് തണ്ണീർത്തടം നികത്തിയത് CTV വാർത്തയെ തുടർന്ന് നിർത്തിവെച്ചു. പെരിങ്ങോട്ടുകര സ്വദേശി ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ട നെൽകൃഷി ചെയ്തിരുന്ന മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലെ 100ഓളം ഏക്കർ പാടത്തിന്റെ മധ്യഭാഗം 2 ഏക്കറോളം മണ്ണിട്ട് നികത്തി. ഈ പാടത്തിന്റെ നടുവിൽ മണ്ണിട്ടാൽ ജലത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുമെന്നും പരിസരത്തെ വീടുകളും കേരള കാർഷിക സർവകലാശാലയുടെ സീഡ് ഫാമും മുങ്ങുമെന്നും
CTV റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു ചെറിയ വേനൽ മഴയിൽ തന്നെ ജലമൊഴുക്ക് നഷ്ടപ്പെട്ട പരിസരത്തെ ഒരു വീടിനു സമീപം വരെ വെള്ളം എത്തി നിൽക്കുകയാണ്. ഇനി മഴക്കാലം ആരംഭിച്ചാൽ ദിവസങ്ങൾക്കകം ഈ പരിസരത്തെ വീടുകളിൽ വെള്ളം കയറും. സീഡ് ഫാം മുങ്ങും. ഇക്കാര്യം CTV വാർത്തയിൽ വിശദമായി നൽകിയിരുന്നു. ഈ പാടം നികത്തി കരഭൂമിയാക്കാൻ അനുമതിയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം പഞ്ചായത്തിനും വില്ലേജ് ഓഫീസിനും കൃഷി ഓഫീസിനും കത്ത് നൽകി. എന്നാൽ വില്ലേജ് ഓഫീസർ മാത്രം മറുപടി തന്നു. പഞ്ചായത്ത് തന്ന മറുപടി തൃപ്തികരമല്ല. കൃഷി ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം നൽകി കത്ത് അവഗണിച്ചു. മറുപടിയില്ല. ഈ ഭൂമി നികത്താൻ RDO അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് ഉടമയുടെ മറുപടി. എന്നാൽ RDO സ്ഥലം സന്ദർശിക്കുകയോ അനുമതി നൽകുകയോ ഉണ്ടായിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇതിന്റെ പിറകിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നെൽവയൽ മണ്ണിട്ട് നികത്തുക, വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുക, വീടുകളും സർക്കാർ സ്ഥാപനവും മുങ്ങുക എന്നീ ഗുരുതര വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ വില്ലേജ് അധികാരിയോ കൃഷി ഓഫീസറോ അനങ്ങുന്നില്ല. ഒരു രാഷ്ട്രീയ കക്ഷികളും കൊടി കുത്തുകയോ സംഭവ സ്ഥലത്തേക്ക് പതിവ് പോലെ മാർച്ച് നടത്തുകയോ ചെയ്തില്ല. ഒരു പത്രത്തിലും വാർത്ത വന്നില്ല. ഇതിൽ നിന്നും സ്ഥലം മണ്ണിട്ട് നികത്തിയ വ്യക്തി സ്വാധീനം ചെലുത്തി എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഏതെങ്കിലും പാവപ്പെട്ടവൻ 5 സെന്റ് സ്ഥലം വീട് വെക്കാൻ മണ്ണിട്ടാൽ കൊടികുത്തി വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നവർ എല്ലാവരും ഇവിടെ മാളത്തിലാണ്. ആർക്കും ഒന്നും അറിയില്ല പോലും. ശാന്തസുന്ദര നാട്. സ്ഥലമുടമ സ്വയം മണ്ണിടൽ നിർത്തിയിരിക്കുകയാണ്. വീണ്ടും തുടങ്ങാനായി. വർഷത്തോളം പൊതുപ്രവർത്തകനും തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പുന്നംപറമ്പ് ചെറുവത്തൂർ വീട്ടിൽ പരേതനായ തോമായി മകൻ തോമസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കോൺഗ്രസ് നേതാവും തെക്കുംകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പരേതനായ CT ദേവസിയുടെ സഹോദരനാണ് തോമസ് CT. മൃതദേഹം തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ രാവിലെ പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പൗരപ്രമുഖരും പൊതുജനങ്ങളും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടത്തി. ഭാര്യ ഫ്ലോറി, മക്കൾ ഷീല, ഷിബു, ഷാജു, ഷാന്റി, ടോമി, പ്രീതി, റീന, അഡ്വക്കേറ്റ് റോണി എന്നിവർ മരുമക്കളാണ്. ഒളകര വനാവകാശ രേഖ വിതരണം മാർച്ച് 22-ന് 3 മണിക്ക് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. വനം മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനായിരിക്കും. മന്ത്രി OR കേളു മുഖ്യാതിഥിയായി പങ്കെടുക്കും. K രാധാകൃഷ്ണൻ MP, KR രവി, PP രവീന്ദ്രൻ, KV സജു, ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, MLA മാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. പുതിയ ഉയരങ്ങളിലേക്ക് സ്വർണം ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയും വർദ്ധിച്ചു. 1 ഗ്രാം സ്വർണത്തിന്റെ വില 8310 രൂപയും പവന് 66,480 രൂപയുമായി എത്തിയിരിക്കുന്നു. 3-ാം ദിവസമാണ് തുടർച്ചയായി സ്വർണ്ണവില റെക്കോർഡുകൾ തകർക്കുന്നത്. രാജ്യാന്തര വില, ഡോളറിന്റെ രൂപയിന്മേലുള്ള വിനിമയ നിരക്ക്, ഇറക്കുമതി ചെയ്ത ബാങ്കുകളുടെ നിരക്ക്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയനുസരിച്ചാണ് സ്വർണത്തിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ആദ്യകാല ട്രേഡ് യൂണിയൻ നേതാവ് KVK പണിക്കരുടെ 17-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആദ്യകാല ട്രേഡ് യൂണിയൻ പ്രവർത്തകർ അനുസ്മരിച്ചു. മുൻ മേയറും കേരള ലക്ഷ്മി മിൽ INTUC നേതാവുമായിരുന്ന K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷനായി. ജോസ്, VM ഷംസുദ്ദീൻ, സുകുമാര പണിക്കർ, V ലീലാഖാൻ, ജോൺസൺ ഒളരി എന്നിവർ അനുസ്മരണം നടത്തി. TK ശങ്കരനാരായണൻ സ്വാഗതവും CV ഫ്രാൻസിസ് നന്ദിയും അറിയിച്ചു. അതിന് വലിയ സാമ്പത്തിക ലാഭമുണ്ടോ കാശുണ്ടോ ഒന്നും ശങ്കരനാരായണൻ നോക്കില്ല. ശങ്കരനാരായണൻ വലിയ കാശുകാരൊന്നുമല്ല. ശങ്കരനാരായണൻ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇവിടേക്ക് വന്ന ആളാണ്. ഞങ്ങളുടെ കുട്ടമായ ഗ്രാമത്തിൽ നിന്നാണ് ശങ്കരനാരായണൻ ഈ പ്രവർത്തിക്ക് പറിച്ചു നട്ടത്. അവിടെയാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെയും ശങ്കരനാരായണൻ KSU പ്രസ്ഥാനവും പിന്നീട് സംഘടനാ കോൺഗ്രസ് പ്രസ്ഥാനവും വന്ന് എന്നെ അനുകൂലിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. മനുഷ്യരോട് എങ്ങനെ സ്നേഹിക്കണം, ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് ജീവിതത്തിൽ തെളിയിച്ച ഈ ശങ്കരനാരായണൻ സ്ഥിരമായി ഈ കാര്യം ഓർമ്മിപ്പിക്കും. ഒപ്പം തന്നെ ശ്രീ ജോസുണ്ട്, ഷംസുദ്ദീനുണ്ട്. ജോസ് ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും സംഘാടകത്തിന്റെ സഹകാരിയായിരുന്നു. അദ്ദേഹം എന്താണ് ട്രേഡ് യൂണിയൻ? തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ ക്യാമ്പുകൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. അത്ലറ്റിക്സ്, ജൂഡോ, റെസ്ലിംഗ്, സോഫ്റ്റ് ബോൾ, ഫെൻസിംഗ്,
ബോൾ ബാഡ്മിന്റൺ, ഷട്ടിൽ, ടെന്നീസ്, കളരിപ്പയറ്റ്, ബാസ്കറ്റ്ബോൾ, ആർച്ചറി, പവർ ലിഫ്റ്റിംഗ്, ഫുട്ബോൾ, ഖോ, സൈക്ലിംഗ്, അക്വാറ്റിക്, ടെന്നിക്വൈറ്റ്, റോളർ സ്കേറ്റിംഗ്, വടംവലി, കരാട്ടെ, വുഫു, ബേസ്ബോൾ, നെറ്റ്ബോൾ, സെപക് തക്ര, ആം റെസ്ലിംഗ്, ത്രോബോൾ, തൈക്കൊണ്ടോ, യോഗ, ഹോക്കി, റഗ്ബി, റോൾ ബോൾ, സൈക്കിൾ പോളോ എന്നീ കായിക ഇനങ്ങൾ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള ജില്ലാ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ നടത്തും. അവധിക്കാല പരിശീലന ക്യാമ്പുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ അസോസിയേഷനുകളുമായി ബന്ധപ്പെടുക. 2025-26 സാമ്പത്തിക വർഷത്തിൽ മത്സ്യഫെഡ് നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രീമിയം ഒടുക്കി ഗുണഭോക്താക്കളാകാനുള്ള അവസരം. 18-നും 70-നും ഇടയിൽ പ്രായമുള്ളവർക്ക് പ്രീമിയം തുകയായ 509 രൂപ അടച്ച് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴി പരിരക്ഷ ഉറപ്പാക്കാം. ഈ സംഘങ്ങളിൽ അംഗങ്ങളല്ലാത്തവർക്ക് സി ക്ലാസ് മെമ്പർഷിപ്പ് എടുത്ത് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാവുന്നതാണ്. 1 വർഷമാണ് കാലാവധി. ഗുണഭോക്താക്കളാകുന്നവർക്ക് അപകട മരണമോ പൂർണ്ണ ഭാഗിക അംഗവൈകല്യമോ സംഭവിച്ചാൽ നിബന്ധനകൾക്ക് വിധേയമായി 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8943823000. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഫ്രഞ്ച് A1 A2 ലെവൽ, ജർമ്മൻ B1 B2 ലെവൽ കോഴ്സുകൾ ആരംഭിക്കുന്നു. ഏപ്രിൽ ആദ്യവാരം ക്ലാസുകൾ തുടങ്ങുന്നു. ഓൺലൈനായാണ് ക്ലാസുകൾ. താല്പര്യമുള്ളവർ കോളേജിൽ നേരിട്ടെത്തി പ്രവേശനമെടുക്കുക. ഫോൺ നമ്പർ 9495069307.
ഉഷ FC സംഘടിപ്പിക്കുന്ന പ്രഥമ കൊച്ചമ്പു മെമ്മോറിയൽ SFA അംഗീകൃത അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് 21-ന് കൊടിയേറും. റവന്യൂ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. MLA ബാലചന്ദ്രൻ മുഖ്യാതിഥിയാകും. മേയർ MK വർഗീസ് അധ്യക്ഷനാകും. മാർച്ച് 21-ന് തുടങ്ങി ഏപ്രിൽ 6-ന് അവസാനിക്കുന്ന ടൂർണമെന്റിന് 34 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താനും സ്വൈരജീവിതം ഉറപ്പാക്കാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മലയോര സംരക്ഷണ ജാഥയ്ക്ക് തുടക്കം. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥയ്ക്ക് ഇന്ന് തിരുവല്ലോമലയിൽ നിന്നാണ് തുടക്കം. കേന്ദ്ര സർക്കാർ വന നിയമങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം വരുത്തണമെന്ന് KV അബ്ദുൾ ഖാദർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്താനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ കേരള കോൺഗ്രസ് നേതാക്കൾ, LDF നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ആ ധർമ്മ നടത്തുന്നതിന് മുന്നോടിയായി കേരളത്തിലെ 14 ജില്ലകളിലും ആലപ്പുഴ വനമില്ലാത്ത കേരളത്തിലെ ഏക ജില്ലയായ ആലപ്പുഴയിൽ ഒഴികെ 13 ജില്ലകളിലും അതാത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ 27-ാം തീയതിക്ക് മുൻപായി മുഴുവൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിൽ ഇതിന്റെ പ്രചരണാർത്ഥമുള്ള മലയോര ജാഥകൾ കടന്നു പോവുകയാണ്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം രാജവെമ്പാലയെ പിടികൂടി. ബുധനാഴ്ച വൈകിട്ടാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ രാജവെമ്പാലയെ കണ്ടത്. നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. പരിശോധനയിൽ രാജവെമ്പാലയെ സമീപത്തെ തോടിന് സമീപത്തെ മാളത്തിൽ നിന്നും കണ്ടെത്തി. 12 അടിയോളം നീളമുള്ള പാമ്പിനെ മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലെ റെസ്ക്യൂ ഓഫീസർ ലിജോ കാച്ചേരിയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. പൊന്നൂക്കര മൈൻപള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ. 12 വർഷം കൂടുമ്പോൾ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തേണ്ടത് വർഷങ്ങളായി നടത്തിയിരുന്നില്ല. അഷ്ടമംഗല പ്രശ്നത്തെ തുടർന്നാണ് പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനമായത്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ദീപാരാധനയ്ക്കു ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, രക്ഷോഗ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം എന്നിവ നടക്കും. 8-ാം ദിവസം ഏപ്രിൽ 2-ന് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. 11-ാം ദിവസം നട തുറക്കൽ, കലശത്തിങ്കൽ ഉഷപൂജ, തത്വഹോമം, തത്വകലശപൂജ, ശ്രീഭൂതബലി, വിവിധ ദേശങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പുകൾ നടത്തും. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, പ്രമോദ്, രതീഷ്, സുജാത, സതീഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകുന്നു. മൈൻപള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം പൊന്നൂക്കര നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും. ക്ഷേത്രം തന്ത്രി കൈമുക്ക് വൈദികൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ അമ്പലത്തിൽ നടക്കുകയാണ്. 26 തൊട്ട് ശുദ്ധിക്രിയകളും മറ്റു ഹോമങ്ങളും തുടങ്ങി ഏപ്രിൽ 2 മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 8:58 മുതൽ 10:58 സമയത്തിൽ പുനഃപ്രതിഷ്ഠ, ദേവൻ്റെ പുനഃപ്രതിഷ്ഠ ഇവിടെ നടത്തുന്നതാണ്. തുടർന്ന് 2 ദിവസത്തെ നടയടപ്പിന് ശേഷം ഏപ്രിൽ 5 രാവിലെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടതുറപ്പ് മഹോത്സവം നടക്കുന്നു. വൈകിട്ട് 5 സമാജങ്ങൾ, 5 ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 80 വർഷത്തോളമായിട്ട് ഇവിടെ നവീകരണ കലശമോ പുനഃപ്രതിഷ്ഠയോ നടന്നതായി നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് വളരെ എല്ലാ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ചടങ്ങ് ഇത്രയും നാളായിട്ട് നടക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു നവീകരണ ഈ ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയുണ്ടായത്. അതിനുശേഷം 2025 ഇപ്പോൾ ഈ ചടങ്ങ് നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയുള്ള തീയതികളിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ മഹത് സംരംഭത്തിന് എല്ലാ ഭക്തജനങ്ങളെയും അകമഴിഞ്ഞ സഹായ സഹകരണവും അതുപോലെ തന്നെ സാന്നിധ്യവും ഉണ്ടാവണമെന്ന്
അപേക്ഷിക്കുകയാണ്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ നിയമന റിക്രൂട്ട്മെന്റ് റാലിക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുള്ളവർക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത്. www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് മുഖേന ഏപ്രിൽ 10 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 049523839553. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃക്കൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചും നാളികേരം ഉടച്ചും പ്രതിഷേധിച്ചു. പാലക്കപ്പറമ്പ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിസി ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിഷ മുഖ്യാതിഥിയായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഹേമലത സുകുമാരൻ, മിനി ഡെന്നി പനോക്കാരൻ, ജെന്നി ജോസഫ്, ഷമീറ ഷാഹുൽ ഹമീദ്, ഗീത കാവല്ലൂർ, കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാരുടെ സമരം 38ാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഇടപെടാത്ത സർക്കാരിനെതിരെ നീതി നൽകൂ സർക്കാരെ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ആശാ വർക്കർമാരുടെ നീതിക്കായി പ്രവർത്തകർ റോഡിൽ നാളികേരമുടച്ച് പ്രതിഷേധിച്ചു. ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും കുടുംബത്തിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആശാ വർക്കർമാർ അവരുടെ ജീവിതം മുഴുവൻ നമുക്കായി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ പിണറായിയുടെ ധാർഷ്ട്യം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും കാണേണ്ടതാണ്. ആശാ വർക്കർമാരില്ലെങ്കിൽ, അവർ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ, നമ്മുടെ വാർഡുകളിൽ എന്ത് പ്രവർത്തനമാണ് നടക്കുക? ഒന്നും നടക്കില്ല. കോവിഡ് കാലത്ത് നമ്മളെ ഓരോരുത്തരും പേടിച്ച് മാറി നിന്നിരുന്ന സമയത്ത് പോലും നമ്മളെപ്പോൾ വിളിച്ചാലും ഓക്സിമീറ്ററായിട്ടും മരുന്നുകളായിട്ടും നമ്മുടെ മുമ്പിലേക്ക് ഓടിയെത്തിയിരുന്നവരെ വെറും ഒന്നിനും കൊള്ളാത്തവരായി മാറ്റിക്കൊണ്ട് അവരുടെ സമരത്തിന് യാതൊരുവിധ പിന്തുണയും പ്രഖ്യാപിക്കാതെ സ്വന്തം ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പിണറായി സർക്കാരിനെതിരെ നമ്മൾ 38 ദിവസമായി അവരെ 38 ദിവസമായി അവരെ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്നു. അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും നടന്നു പോകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ എന്ത് ചെയ്തിട്ടും, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊരു ധാർഷ്ട്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ ആശാ വർക്കർമാർ അവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിലായി. ചേറ്റുവ കടവിലേക്കുള്ള റോഡരികിൽ കല്ലുമ്മക്കായ കക്കയിറച്ചി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഹാഷിഷ് ഓയിലുമായി ഏങ്ങണ്ടിയൂർ സ്വദേശിയായ വെങ്കിടി വീട്ടിൽ അഖിലാണ് അറസ്റ്റിലായത്.
വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ സുനീഷ് NR എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അറസ്റ്റിലായി. പെരിങ്ങോട്ടുകര ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്നിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി പപ്പു എന്നയാളിൽ നിന്നാണ് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നമായ 145 പാക്കറ്റ് ഷിക്കാർ പിടികൂടിയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ് T, ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം ചെയ്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് PR രജിത്ത് അവതരിപ്പിച്ചു. ചെമ്പൂത്ര പാടം അനധികൃതമായി നികത്തി വേനൽ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് അധികൃതർ മൗനത്തിൽ. വന്യമൃഗശല്യത്തിനെതിരെ സർക്കാർ നടപടി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് നടത്തുന്ന മലയോര സംരക്ഷണ ജാഥ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.